എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 തൊട്ട് 4 വരെ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമായിരിക്കുന്നു. അപ്പം നാം വല്ലപ്പോഴും ഒഴുകിപ്പോകുവാൻ സാധ്യതയുണ്ടെന്നാണ് വചനം പറയുന്നത്. എവിടെ നിന്നാണ് ഒഴുകിപ്പോകുന്നത്? നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത്, നമ്മൾ കേട്ട ദൈവവചനത്തിൽ നിന്നും, നമ്മൾ വായിച്ച ദൈവവചനത്തിൽ നിന്നും, നമ്മൾ അറിഞ്ഞ യേശു ക്രിസ്തു എന്ന സത്യത്തിൽ നിന്നും ഒഴുകിപ്പോകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒഴുകിപ്പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നാം കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. നാം കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നാം കേൾക്കുന്ന, വായിക്കുന്ന ദൈവവചനം അത് മനനം ചെയ്തുകൊണ്ടേയിരിക്കണം. ആട്, പശു ഇങ്ങനെയൊക്കെയുള്ള മൃഗങ്ങൾ അയവിറക്കുന്നത് പോലെ നാം കേട്ട വചനങ്ങൾ, വായിച്ച വചനങ്ങൾ അയവിറക്കിക്കൊണ്ടിരിക്കണം. അതിന് പറയുന്നതാണ് ധ്യാനിക്കുക. അപ്പം കേട്ടത് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ, അപ്പം ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത ദൈവത്തിൻ്റെ വചനം സ്ഥിരമാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ദൈവത്തിൻ്റെ വചനം മാറത്തില്ല എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പം വചനം സ്ഥിരമാണ്. വചനം ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ല. അപ്പം വചനമാകുന്ന പാതയിൽ നാം സഞ്ചരിക്കുമ്പോൾ ചില സമയത്ത് ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് നാം കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം സ്ഥിരമാണ്. ഓരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്കുറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ, യേശുക്രിസ്തുവിലൂടെയുള്ള ഈ രക്ഷയെപ്പറ്റി ദൈവം അനേകർ മുഖാന്തരം നമ്മളോട് എന്ത് ചെയ്തു? സംസാരിച്ചു, അരുളി ചെയ്തു, ഇടപെട്ടു. പല ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു. പല വലിയ അനുഭവങ്ങളിൽ കൂടി ദൈവം നമ്മളെ നടത്തി. എന്തിനാ? ഇത്ര വലിയ രക്ഷ. ഇത്ര വലിയ രക്ഷ എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് ദൈവം ആയിരിക്കെ താണലോകത്തേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, അകൃത്യങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുവാനായി സ്വർഗത്തിലേക്ക് കയറി
വീണ്ടും തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ വരുന്ന യേശു ക്രിസ്തു നമുക്ക് നൽകിയ ഇത്ര വലിയ രക്ഷ, അതാണ് രക്ഷ. യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ, ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടും ദൈവം നല്ലവൻ എന്ന് നാം രുചിച്ചറിഞ്ഞിട്ടും ഈ രക്ഷയുടെ മഹത്വം മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഗണ്യമാക്കാതെ, അല്ലെങ്കിൽ അതൊരു വലിയ വില അതിന് കൽപ്പിക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റി ഒഴിയും? പണിവാൾ. യേശുക്രിസ്തുവിൻ്റെ രക്ഷ അനുഭവിച്ചവർ വചനം വിട്ട്, സ്ഥിരമായ വചനം വിട്ട് ഒഴുകിപ്പോയാൽ പണി കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അതുകൊണ്ട് നാം കേട്ട ദൈവവചനങ്ങൾ, ബൈബിളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ നാം വഴുതിപ്പോകാതെ, തെറ്റിപ്പോകാതെ, വചനം വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഈ ക്രിസ്തു എന്ന രക്ഷ, ഈ ക്രിസ്തു എന്ന സത്യദൈവത്തിലൂടെയുള്ള രക്ഷ നാം ഗണ്യമാക്കി തന്നെ ജീവിക്കണം. എന്നാൽ മാത്രമേ നിത്യത എന്ന മഹാസംഭവം നമുക്ക് ലഭിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീരപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉപദേശിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയാതെയിരിക്കും? പണി പാലും വെള്ളത്തിൽ കിട്ടും നീ പറഞ്ഞത്. അതുകൊണ്ട് പണി പാലും വെള്ളത്തിൽ കിട്ടാതെ വചനം അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു.